ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട്. സ്റ്റോറീസ് വിത്ത് അക്ഷരയിലേക്ക് കൂടുതൽ അക്ഷരപ്രകാശനാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട്. അങ്ങനെ കുറച്ച് നാളുകളുടെ ഇടവേളയ്ക്ക് ശേഷം ഇന്ദുചൂടൻ തിരിച്ചു വന്നിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇന്ദുചൂടൻ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഫാദേഴ്സ് ഡേനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ അച്ഛനെ കുറിച്ചിട്ടാണ് എന്ന് പറയാം. എല്ലാവർക്കും ഇതുപോലെ ആവണം അല്ലെങ്കിൽ ആണ് എന്നൊന്നും ഞാൻ പറയത്തില്ല. എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഞാൻ കാണുന്ന എൻ്റെ കുഞ്ഞു കുഞ്ഞു നിമിഷങ്ങളെ കുറിച്ചിട്ട്, അച്ഛനുമായിട്ടുള്ള ആ ഒരു മൊമെൻറ്റ്സിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നമ്മൾ പൊതുവേ ആൺപിള്ളേരെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ എന്ന് പറയുന്നത് കുറച്ച് അടുക്കാൻ പേടിയുള്ള ഒരാളായിട്ടാണ് നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെയാണ് അച്ഛനെ പ്ലേസ് ചെയ്തിട്ടുള്ളത് എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. എന്താ പറയുക, അമ്മേനോട് പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാം, അതൊന്നും പേടിയില്ല, എല്ലാം തുറന്ന് പറയാനുള്ള സ്പേസ് അവിടെ കിട്ടുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മേനോട് പറയുന്ന പോലെ തന്നെ സ്പേസ് അച്ഛൻ്റെ കയ്യിലും ഉണ്ട്. പക്ഷെ നമ്മളത് മനസ്സിലാക്കുന്നില്ല എന്നതുകൊണ്ട് മാത്രമാണ്. ഞാൻ എൻ്റെ ലൈഫിൽ പല കാര്യങ്ങളും നേടിയെടുക്കാനായിട്ട്, അച്ഛനെ ഒന്ന് സമ്മതിപ്പിക്കാനായിട്ട് അമ്മയുടെ കൂട്ടുപിടിച്ച് പോകുന്ന ഒരാളാണ് എന്ന് വേണം പറയാനായിട്ട്. മറിച്ച് എൻ്റെ അനിയത്തിയാണ് എന്നുണ്ടെങ്കിൽ അവൾക്ക് അച്ഛനോടെല്ലാം നേരിട്ട് പറയാം, അതിനുള്ള സ്പേസ് അവൾക്ക് കിട്ടുന്നു. അപ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട്, എനിക്കും അങ്ങനെയൊക്കെ ഓപ്പണായിട്ട് അച്ഛനോട് സംസാരിക്കാനൊക്കെ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ. പക്ഷേ ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എൻ്റെ കുറേ ബൗണ്ടറീസ്, അല്ലെങ്കിൽ ഞാൻ തന്നെ വലിഞ്ഞ് പിടിക്കുന്നത് കൊണ്ട് മാത്രമാണ് സംസാരിക്കാൻ പറ്റാതിരുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അച്ഛനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, അച്ഛൻ്റെ 20s നാടും വീടൊക്കെ വിട്ട് റിയാദിൽ ചെന്ന് കഷ്ടപ്പാടും ഫുഡ് പോലും നേരം കൊണ്ട് കഴിക്കാതെ വർഷം തോറും കിട്ടുന്ന ആ ഒരു ലീവിന് മാത്രം നാട്ടിൽ വന്നിട്ട് ഫാമിലിയോട് കൂടെ നിൽക്കുന്ന ആ ഒരു മനുഷ്യൻ. അച്ഛൻ്റെ കഷ്ടപ്പാടുകളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ള ആ ഒരു അറിവ് മാത്രമേ ഉള്ളൂ. ചെറുപ്പം തൊട്ട് കഷ്ടപ്പെട്ട് ജീവിച്ചുകൊണ്ടാവണം. നമ്മളെ അതൊന്നും അച്ഛൻ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ നമ്മളത് അറിഞ്ഞിരുന്നില്ല എന്ന് വേണം പറയാനായിട്ട്. പക്ഷേ എത്രയൊക്കെ നല്ലത് ചെയ്താലും എനിക്ക് പലപ്പോഴും അച്ഛൻ്റെ അടുത്ത് ദേഷ്യമായിരുന്നു എന്ന് വേണം പറയാൻ. അതിന് കാരണം എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പലതും കാരണങ്ങളൊന്നും അല്ലായിരുന്നു, അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു കാരണം പോലും ഇല്ലായിരുന്നു എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ പാസ്റ്റ് റിലേഷൻഷിപ്പിൻ്റെ കാര്യം ഞാനിങ്ങനെ വീട്ടിൽ പറഞ്ഞ സമയത്ത് ഞാൻ അമ്മയുടെ അടുത്ത് അച്ഛൻ്റെ അടുത്തും രണ്ടാളുടെ അടുത്തും പോയി പറഞ്ഞതായിരുന്നു. എനിക്കിങ്ങനെ ഒരു ഇഷ്ടമുണ്ട്, ഇങ്ങനെ ഒരു കുട്ടീനെ ഇഷ്ടമാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അമ്മേൻ്റെ അടുത്ത് അച്ഛനിങ്ങനെ കിടക്കാൻ നേരം പറഞ്ഞ കാര്യങ്ങൾ അമ്മ പറഞ്ഞ് കേട്ട ഒരു അറിവാണ്. അമ്മ പറഞ്ഞു, അച്ഛനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അച്ഛന് പേടിയാണ് എൻ്റെ കാര്യത്തിൽ, അവളെങ്ങനെ നിന്നിട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ മോനത് സഹിക്കില്ല, അച്ഛൻ ഇങ്ങനെ കരഞ്ഞിരിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിനെ അറിയാവുന്നല്ലേ എന്നൊക്കെ അമ്മേനോട് ഇങ്ങനെ ചോദിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അമ്മ ഇങ്ങനെ പറഞ്ഞു. പക്ഷേ ഒരു തവണ പോലും അച്ഛനെൻ്റെ ഇഷ്ടത്തെ ഇങ്ങനെ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരിഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമെങ്കിലും അച്ഛൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിരുന്നില്ല. ആ റിലേഷൻഷിപ്പ് ഇല്ലാണ്ടായപ്പോൾ ഞാൻ ആ ഒരു കാര്യങ്ങളൊക്കെ ആയിരുന്നു ഓർത്തിട്ടുണ്ടായിരുന്നത്. അച്ഛൻ പറഞ്ഞ പോലെ സഹിക്കാൻ പറ്റാതെ ഒറ്റയ്ക്ക് കരഞ്ഞ് തീർത്ത ആ ഒരു ദിവസങ്ങൾ എന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻജിനീയറിങ് കഴിഞ്ഞ് സ്വന്തം ഇഷ്ടം പോലെ ആ ഒരു ഇഷ്ടങ്ങളൊക്കെ ചേസ് ചെയ്യാനായിട്ട് നിന്നപ്പോഴും അച്ഛൻ എന്നെ തടഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പേപ്പേഴ്സ് ക്ലിയർ ആക്കണം, തൻ്റെ മകൻ ആരുടെ മുമ്പിൽ തല കുടിക്കേണ്ടി വരരുത് എന്നുള്ളത് മാത്രമേ അച്ഛനുണ്ടായിരുന്നുള്ളൂ. അതിപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം എന്നിൽ അച്ഛന് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം ഞാനിങ്ങനെ അനാവശ്യമായിട്ട് സ്പെൻഡ് ചെയ്യുന്നതാണ് എന്നുള്ളതാണ്. ഞാനിങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ കസിൻസിൻ്റെ കൂടെ പുറത്തേക്ക് പോകുന്നത്, കറങ്ങാനെങ്കിൽ പോകുന്നത് കാണുമ്പോൾ അച്ഛനൊക്കെ ഇഷ്ടമല്ല, അച്ഛനധികം പ്രൊമോട്ട് ചെയ്യാറില്ല അത് എന്നുള്ളതാണ്. എൻ്റെ കയ്യിലായിരിക്കും കൂടുതൽ പൈസയും പോകുന്നത് എന്ന് അച്ഛന് നല്ല പോലെ അറിയാം. അതുകൊണ്ട് തന്നെ അച്ഛന് ഭയങ്കര പേടിയാണ്. എന്തെങ്കിലും ഒരാവശ്യം കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അറിയാം എന്നായിരുന്നു അച്ഛൻ്റെ ഒരു വാദം. അല്ലെങ്കിൽ അങ്ങനെയാണ് ഇപ്പോഴും അച്ഛൻ എന്നുള്ളതാണ്. മിക്കപ്പോഴും നമ്മൾ തമ്മിലുള്ള പല പ്രശ്നങ്ങൾക്കും കാരണം, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇത് മാത്രമാണ് എന്നുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി വളർന്നു വന്ന സാഹചര്യം ചെയ്ത കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ്. അച്ഛൻ എന്തെങ്കിലും സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ അതൊരുപാട് ആലോചിച്ച് അത്രയും വേണ്ടത് മാത്രമേ ചെയ്യത്തുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ആവശ്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു മടിയില്ലാതെ ഇങ്ങനെ കൊടുക്കുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു അച്ഛനൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് എന്നുള്ളത്. അച്ഛനിൽ ഏറ്റവും പ്രൗഡായിരിക്കുന്ന മകൻ ഞാൻ തന്നെയാണ് എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എടുത്ത് പറയാനായിട്ട് കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ പുറമേ നോക്കി കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ നാട് ഇതുപോലെ ഇത്രയെങ്കിലും ഡെവലപ്പായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരേ ഒരാളാണ്. ഒരു കുഴിയായിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് മണ്ണിട്ട് പൊക്കി പലർക്കും പുതിയ ജീവിതങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പണിത ആ ഒരു ബിൽഡിങ്, അതിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന കുറേ ആളുകൾ, അവിടെ എന്ത് പുതിയത് കൊണ്ടുവരാം, അല്ലെങ്കിൽ ആളുകളെ അവിടേക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ളതൊക്കെയാണ് അച്ഛൻ്റെ ചിന്ത എന്നുള്ളതാണ്.
എൻ്റെ സ്റ്റാർട്ടപ്പ് പ്ലാനിലായി കഴിഞ്ഞാൽ കൂടി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് പുതിയ ബിൽഡിങ്ങിൻ്റെ മുകളിലത്തെ ഫ്ലോറ് എൻ്റെ അക്കാഡമിക്ക് വേണ്ടിയിട്ട് എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞ് ആ പ്ലാൻ ചെയ്യുമ്പോൾ എല്ലാത്തിനും കൂടെ നിന്ന് അച്ഛൻ എന്താ പറയുക, അച്ഛനായിരുന്നു കുറേ പ്ലാനിങ് കാര്യങ്ങളൊക്കെ വരച്ചുകൊണ്ടിരുന്നത്. ഇവൻ അച്ഛൻ്റെ ബിൽഡിങ്ങിൻ്റെ കാര്യങ്ങളായി കഴിഞ്ഞാലോ അച്ഛനായിരുന്നു ഫേസ്റ്റ് പ്ലാൻ കാര്യങ്ങളൊക്കെ വരച്ചുകൊണ്ടിരുന്നത്. ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ഇതിൻ്റെ പ്രായോഗികതയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിങ്ങനെ വർക്കൗട്ട് ആവില്ല, ഇതിങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ തന്നെ വരച്ചു തന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. പക്ഷേ ആ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നപ്പോൾ എന്നെക്കാളും സങ്കടം അച്ഛനായിരിക്കണം എന്നുള്ളതാണ്. എനിക്കറിയാം. പക്ഷേ ആരോടും പരാതിയോ പരിഭവോ ഒന്നും ഇല്ലാതെ അച്ഛനാ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്. പക്ഷേ നമ്മളെ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിക്കുന്ന നമ്മളെ അച്ഛനാണ്. എനിക്കെപ്പോഴും ഡെയിലി ഓരോ മണി മാനേജ്മെൻറ്റിന് കുറേ മെസ്സേജുകളും ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അയച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ അച്ഛൻ. ഇന്ന് ഞാൻ ഇറങ്ങി തിരഞ്ഞെടുക്കുന്ന ഈ ഒരു മിഷനിൽ എനിക്കറിയാം ഇത് വിജയിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിരിക്കാം എൻ്റെ അച്ഛനായിരിക്കും എന്നുള്ളത്. മുന്നേയൊക്കെ എൻ്റെ അച്ഛനെ എങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുമല്ലോ. അപ്പോൾ എനിക്ക് പലപ്പോഴും അവരോട് അസൂയൊക്കെ തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നോട് എന്താണ് ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ ചെയ്യുന്നത്, അതായത് എൻ്റെ കൂടെ ഇല്ലല്ലോ, എപ്പോഴും ലീവിന് മാത്രമാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്കിങ്ങനെ എപ്പോഴും തോന്നിയിട്ടുണ്ട്, എൻ്റെ ഉള്ളിൽ ആ ഒരു ചിന്തകൾ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്ക് എപ്പോഴും അച്ഛനെ കിട്ടുന്നു, അവരുടെ കൂടെ കറങ്ങാനെങ്കിൽ ഒക്കെയാണ് അച്ഛൻ പോകുന്നു എന്നുള്ളത്, അവരുടെ അച്ഛൻ കാര്യങ്ങളൊക്കെ പോകുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കൂടെ അച്ഛനില്ല എന്നുള്ള ഒരു ഫീൽ എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ പിന്നെ ഒരുപാട് കാരണങ്ങളുമുണ്ട്. ഞാനിങ്ങനെ പലപ്പോഴായിട്ട് അച്ഛനോട് ദേഷ്യപ്പെട്ടിട്ടും വേണ്ടാതിരുന്നിട്ടും ഒക്കെ ഉണ്ട്. പക്ഷേ അതേ സമയം അച്ഛനെ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു സ്നേഹം കിട്ടാതെ വളർന്ന എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അത്രയും ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നതും അവരുടെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് നല്ലപോലെ വിഷമങ്ങൾ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, അയ്യോ ഞാൻ എന്തിനാണ് എൻ്റെ അച്ഛനെന്ന് പറയുന്നത്. ലൈക്ക് അതൊക്കെ ഒരു റിയലൈസേഷനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനിന്ന് എൻ്റെ അച്ഛനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പഴയ പോലെ കുഞ്ഞോട്ട് പരാതികളും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ എന്നും വെച്ച് ഞാനിങ്ങനെ ദേഷ്യം കാണിക്കാതിരിക്കാനോ അല്ലെങ്കിൽ മിണ്ടാതിരിക്കാനോ ഒന്നുമില്ല, അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല എന്നൊന്നും വിചാരിക്കണ്ട. നല്ലപോലെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇതിനിടയ്ക്ക് പോലും കഴിഞ്ഞ ആഴ്ചയിൽ പോലും ഞാനിങ്ങനെ പോകുന്ന വഴിയിൽ ദേഷ്യപ്പെട്ടിട്ടില്ല, മിണ്ടാണ്ടൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് ദിവസം. അങ്ങനെ പലപ്പോഴായിട്ട് നമ്മളങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ അതേപോലെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ എൻ്റെ ഫാമിലീൻ്റെ കൂടെ അച്ഛനും അമ്മയും അനിയത്തിയും അമ്മമ്മയും അവരെല്ലാവരും കൂടിയുള്ള യാത്ര എന്നുള്ളത് അത് പെട്ടെന്ന് തന്നെ യാഥാർത്ഥ്യമാക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ പുള്ളി ഇതും ചിലവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുടക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു പേടി. എന്തെങ്കിലും നടക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എനിക്കറിയാം ഇതിങ്ങനെ പറഞ്ഞു തീർക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും കഴിയത്തില്ല. പക്ഷേ ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ തൊണ്ട വല്ലാണ്ട് അടറുന്നുണ്ട്. എന്താ പറയുക, എനിക്കറിയാം നിങ്ങളിത് കേൾക്കുന്നുണ്ടാവും. മറ്റുള്ളവർ എന്നെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ അല്ലെങ്കിൽ അഭിമാനം കൊള്ളുന്ന ഒരാൾ എൻ്റെ ഷോസും എനിക്ക് കുറച്ച് അവാർഡ്സും കാര്യങ്ങളും കിട്ടിയപ്പോഴൊക്കെ അത്രയും സന്തോഷം കണ്ട ആൾ ഐ വിൽ മേക്ക് യു പ്രൗഡ് വൺ ഡേ. ഐ ലവ് യു സോ മച്ച്. ഞാൻ വല്ല അവസാനിപ്പിക്കുകയാണ്. നമുക്കും തുറന്ന കത്തുകൾ എഴുതാം, അല്ലെങ്കിൽ അടുത്ത് ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മകൾ നൽകാം നമ്മുടെ അച്ഛന് വേണ്ടി, നമ്മളാക്കിയ അച്ഛന് വേണ്ടി. നമുക്ക് നാളെ നല്ലൊരു അച്ഛനായി നമുക്കും മാറാനായി സാധിക്കട്ടെ. ഹാപ്പി ഫാദേഴ്സ് ഡേ. സോ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റോറീസ് വിത്ത് അക്ഷയാണ്, കൂടെയുള്ള അക്ഷയ പ്രകാശാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.